ടു ഇച്ചൂസ് 369 വ്ളോഗ്സ്. ഇന്നേ ഞങ്ങളൊരു കല്യാണ പർച്ചേസിന് ഇറങ്ങുന്നതാണ് കേട്ടോ. വെഡ്ഡിങ് ഡ്രസ് പർച്ചേസ്. അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണ്. കൊല്ലം സൈഡിലോട്ടാണ് പോകുന്നത്. ബാക്കിയല്ല കട പ്രത്യേകിച്ച് ഒന്നും ഇപ്പം ഡിസൈഡ് ചെയ്തിട്ടില്ല. മനസ്സിലൊരു കടയുണ്ട്, അവിടെ തന്നെ ചെന്ന് എത്തിപ്പെടുവോന്ന് നോക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ കുറച്ച് പേരും കൂടെ വരാനുണ്ട്. എന്തായാലും ചെക്കനും പെണ്ണും എല്ലാം വരണമല്ലോ. അപ്പൊ അവരുടെ ഫാമിലിയൊക്കെ വരാനുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു സൈഡിൽ വെയിറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഞങ്ങൾ കൊല്ലം പരാഗിലോട്ടാണ് പോയത്. ഇപ്പം ഡ്രസ്സ് എടുത്ത് തയ്ക്കുന്നതാണല്ലോ ട്രെൻഡ്. അപ്പോൾ ഞങ്ങൾ നേരെ പരാഗിലോട്ട് പോയി. ഞങ്ങളുടെ കൂടെയുള്ള ആള്, ഈ തുറന്നു കൊടുക്കുന്ന ആളില്ലേ, അതെൻ്റെ മരുമോളാണ് കേട്ടോ. ഇക്കയുടെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ മകളാണ്. അങ്ങനെ പരാഗി ചെന്നപ്പോൾ അവിടെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ ഉണ്ട്. പറയണ്ടേ, ഏതെടുക്കണമെന്ന് ഫുൾ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വെച്ച്, ഇത് പെൺകുട്ടി വെച്ച് നോക്കുകയാണ് കേട്ടോ. കളേഴ്സൊക്കെ ലെഹങ്കയ്ക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ തുണിയാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇച്ചൂസ് അവിടെ നിന്ന് ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. വേറൊരു ബേബിയെ കൂടെ ഇച്ചൂസിന് കിട്ടി. അപ്പോൾ ഇച്ചൂസ് നമ്മൾ സൈഡിലോട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അവൻ്റെ ലോകത്ത് എന്താ പറയുക, തിരക്കിലായി. ചോദിര് വാപ്പു എന്തൊരു പരുവം നിങ്ങളെ വീട്ടിലേക്കാ. അതാദ്യം പറ. അതെ, നിങ്ങൾ പിന്നെ കൊണ്ട് കളഞ്ഞാ തിരിച്ചെടുത്തോണ്ട് വരും. ഓ, നിങ്ങൾ പരാഗിലായിരുന്നു ഫസ്റ്റ് പോയത്. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ RK മാളിലോട്ട് പോവുകയാണ്. അയച്ചുവിന് എന്തോ പറയണോ? ഒരാൾക്ക് ബിരിയാണി, ഒരാൾക്ക് മന്തി. ഇപ്പൊ RK മാളിൽ ആടി ബിഗ് ആടി സെയിൽ നടക്കുവാണ്. ഇനിയിപ്പോ കയറി നോക്കപ്പോ അറിയാം ആടിയുടെ വല്ല ഉപയോഗമൊക്കെ ഉണ്ടോ. കുട്ടിക്കച്ചിയൊക്കെ ഇപ്പം വരും. പാർക്കിംഗ് ഇത്രയുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ടല്ലേ. തിരക്കുണ്ട്. സൂപ്പർ. ലുലു മാളിലെ അത്രയ്ക്ക് അങ്ങ് പറയണോ? അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് ഉദ്ദേശിച്ചത്. ലുലു മാള് പോലെ അവിടെ ഇട്ടൂടേക്ക. ഇറങ്ങാം, അങ്ങോട്ട് ഇറങ്ങാം. നമ്മളെ കൂടെ വന്നവരൊക്കെ ദൂരെ നിൽക്കുന്ന. ഫോട്ടോ അല്ല, കല്യാണത്തിന്റെ അന്ന് ഇടേണ്ടി വരത്തില്ലേ? ദെൻ ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് ലെഹങ്ക സെക്ഷനിലോട്ട് പോയി. പിന്നെ ഞാൻ എന്നെ സാരി ഉടുപ്പിക്കുന്ന കണ്ടില്ലേ? എങ്ങനെയുണ്ട് സാരി ഉടുത്തിട്ട്, കൊള്ളാവോ? അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിനി കല്യാണത്തിൻ്റെ അന്ന് സാരിയാണെന്നോ. സാരിയൊന്നുമല്ല, ഇതൊക്കെ ചുമ്മാ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉടുത്തതാണ്. ഉടുപ്പിച്ച് തരുമോ എന്ന് അവരടുത്ത് ചോദിച്ചതാണ്.
എന്നെ കൊണ്ട് ഈ സാരിയൊന്നും എന്താ പറയുക, എൻ്റെ ഇഷ്ടത്തിന് സാരി കൊടുത്താൽ നടക്കാൻ പറ്റുമെന്ന് ഉള്ള ഒരു വിശ്വാസം എനിക്കില്ല. ഓക്കെ, അതെല്ലാം എന്തായാലും പോട്ടെ. അങ്ങനെ പെൺകുട്ടിയെ ഒരുപാട് ലെഹങ്കാസ് ഇങ്ങനെ അണിയിച്ച് നോക്കുകയാണ്. അതൊന്നും നമ്മളൊന്ന് സെലക്ട് ചെയ്യും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അയ്യോ, ഞാൻ കല്യാണം ആരുടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. കല്യാണം മറ്റാരുടെ അല്ല, ഞങ്ങളുടെ സ്വന്തം മരുമാൻ്റെ കല്യാണമാണ്. ദാറ്റ് മീൻസ് ഇക്കയുടെ ഫസ്റ്റ് സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. ഇച്ചൂസിൻ്റെ സ്വന്തം അളിയൻ്റെ കല്യാണം. ഞങ്ങൾ ബ്രൈഡിൻ്റെ ഡ്രസ്സെല്ലാം ഓൾമോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഇവൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂമിൻ്റെ ഡ്രസ്സ് സെലക്ഷനിലോട്ട് പോയി. അവൻ്റെതും ഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇച്ചൂസിൻ്റെയും കൂടി അവിടെ നിന്ന് സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ആ ദിവസത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എതിർദിശയിലോട്ട് പോയി. ദാറ്റ് മീൻസ് ട്രിവാൻഡ്രത്തോട്ട് പോയി. ഇന്നലെ കൊല്ലത്തോട്ടാണ് പോയത്, ഇന്ന് ട്രിവാൻഡ്രത്തിലോട്ട് പോയി. ട്രിവാൻഡ്രം പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് പോത്തീസിലാണ്. പോത്തീസ് എന്നാണ് ഞാൻ എനിക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത്. ഇച്ചൂസിനിപ്പോൾ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് പരിപാടി, കളി. പിന്നെ അവിടെ നിന്ന് കുറേ ഡ്രസ്സൊക്കെ ഞങ്ങളിങ്ങനെ വെച്ചൊക്കെ നോക്കി ഏതെടുക്കണമെന്നൊക്കെ ഉള്ള അവിടെ നിന്ന് ഞാനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം. കാരണം ഞാൻ അവിടെ നിന്ന് ഒരു ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ട്രിവാൻഡ്രം ആർക്കെ മാളിലോട്ടാണ്. ഇനി അവിടെ നിന്ന് പോകണം. അതിനിടയ്ക്ക് ജ്യൂസിനെ ദാഹിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ താഴെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഞങ്ങൾ ജ്യൂസിന് കുറച്ച് സ്നാക്ക് ഐറ്റവും വാട്ടറും എല്ലാം എടുത്തു. ജ്യൂസൊക്കെ എടുത്തായിരുന്നു. വാബിയുടെ മോനെ കഷ്ടപ്പാട് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഉടുപ്പെടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഈ രണ്ടുപേരും ഇരുന്ന് നടത്തുന്നത്. എനിക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തെന്നാലേ പോകാൻ പറ്റുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് വേറൊരു പണിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി. അവർ ഡ്രസ്സ് എടുത്ത് തരുന്നു, ഞാൻ ട്രയൽ ചെയ്യുന്നു, വരുന്നു, പോകുന്നു. ഇതൊക്കെ തന്നെയാണ് പരിപാടി. പണ്ടേ ഇക്ക എനിക്ക് സെലക്ട് ചെയ്ത് തരും കേട്ടോ. ഇക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എത്ര നേരം ഇരുന്നാണെങ്കിലും എടുത്തൊക്കെ തരും. പിന്നെ ഞാൻ വേറൊന്നും ഇടാറില്ലല്ലോ. ഞാൻ കൂടുതലും ചുരിദാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അതൊക്കെ പോട്ടെ. അങ്ങനെ ആ ദിവസത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നല്ല ടയേർഡായി. ഇനി നേരെ വീട്ടിലോട്ട്. എന്തായാലും ഏകദേശം കല്യാണ പർച്ചേസ് എല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോട്ടെ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.